ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അതിൽ നീളത്തിലൊരു ബന്നാണ് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഒരു ബർഗറൊക്കെ ഉണ്ടാക്കില്ല, അത് നമ്മൾ ബർഗറിൻ്റെ പകരം ഈ ബന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് തുള്ളി വെള്ളം പാർന്നിട്ടാൽ പോകുന്നത്. കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. ഈ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുകയാണ് ഗൈസ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഗ്യാസും ഉപ്പിട്ടെടുക്കാം. ഉപ്പിട്ടെടുക്കുന്നുണ്ട്. നല്ലൊന്ന് പുഴുങ്ങി വരട്ടെ. കോഴി നല്ല ചിക്കൻ ഒന്ന് പുഴുങ്ങി വരട്ടെ. നമ്മൾ ഒന്ന് പുഴുങ്ങി നന്നായി ഒന്ന് വെന്ത് പുഴുങ്ങിയ കോഴി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനോ കേൾക്കാം. ഇതാ പിന്നെ പുഴുങ്ങിയ കോഴി ഇതാ ചെറിയ പീസാക്കി കഷ്ണം വെട്ടി കൊടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ഒന്ന് മൂപ്പിക്കും. സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ എണ്ണ പാർന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം എണ്ണ പാർന്ന് കൊടുക്കും. എണ്ണ പാർന്ന് കൊടുത്തിട്ട് ഇവിടെ വെളിച്ചെണ്ണ അല്ല, ഇവിടെ എന്താ ഒരു ജൈത്തെണ്ണയാണ്. ആ എണ്ണ നമ്മളിവിടെ എല്ലാവരും ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്കറി എണ്ണ, അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതാ ചട്ടിയിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഏതാണ്ടും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും പിന്നെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഇവിടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കാൻ പോകും. എണ്ണ വാങ്ങിക്കാണ്, കുറച്ച് എണ്ണ വാങ്ങിക്കാൻ. ഇത് നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി ആ ഇഞ്ചി പച്ചമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമുളകൊന്ന് പൊന്നാലും തന്നെയാളെ ഈ പച്ചമുളകൊന്ന് പോട്ടേണ്ട തന്നെയാണ്. ഈ പച്ചമുളകൊന്ന് പോയതിൻ്റെ ശേഷം നമ്മളതിലേക്ക് ഉള്ളി ഇട്ട് ദിവസം കരിവേപ്പിൻ്റെ വേണം. അതിൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഇട്ടാൽ ഒരു മണം ബീജൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അത് സ്റ്റോപ്പാക്കി. അപ്പോൾ അത് വലിയ ഉള്ളി നരിക്കനെ സെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിൽ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യണം. എണ്ണകളെ നല്ലോണം വാടി വന്നതിന് ശേഷം എനിക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് വാടി വരും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കട്ടെ. പൊടിപ്പാണ്. പൊടിപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കോഴി നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വാടി ഇതാ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ട് നല്ലോണം ഒന്ന് വാടി വരട്ടെ. നല്ല വാടി വന്നിട്ടാണ് നമ്മൾ കോഴി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സെറ്റ് ഗൈസ്. നമ്മളെ ഉള്ളിയൊക്കെ വാടി നല്ലോണം വാടി വന്നിട്ടുണ്ട്. നല്ല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ചിക്കൻ മസാല പൊടി കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഗരം മസാല പൊടി കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് വലിയ ജീരകം പൊടിച്ചിട്ടെടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് മല്ലി കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സാധനം. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി സെറ്റായി വരട്ടെ. ഞാൻ മക്കളെ നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത വെളുത്തുള്ളി ആ മണമൊക്കെ നല്ല മൂത്ത എന്താ ടേസ്റ്റ് ഇഷ്ടം. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി സോസും മയോണൈസുമാണ് ഒഴിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം സെറ്റാക്കി എടുക്കും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ തടിക്കാനും കോഴി നല്ല പീസ് ചെറിയ കഷ്ണാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ആ മസാലയൊക്കെ ഒന്ന് കടന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ അടിപൊളി നമ്മുടെ ചിക്കൻ ബ്രെഡ് ബർഗർ ലെവലാകുന്നുണ്ട്. അത് നമ്മൾ നീളത്തിലുള്ള ബന്നാണ് വാങ്ങിക്കുന്നത്. ചിക്കൻ മാമൂസ് അല്ല, ചിക്കൻ നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതങ്ങനെ ലെവലായിട്ടുണ്ട്. നമ്മൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ മല്ലി മസാലയൊക്കെ അതിൽ കുടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് പിന്നെ തക്കാളി സോസ് മയോണൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചിക്കൻ ബ്രെഡ് ഇവിടെ ലെവലായിട്ടുണ്ട്. അതായത് ചിക്കൻ ബ്രെഡ് എന്ന് പറയും. ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. നീളത്തിലുള്ള ബന്ന് ചിക്കൻ ബർഗർ എന്ന് പറയും. പല പേരിലും അറിയപ്പെടും. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. അത് കൂട്ടി കടിക്കുമ്പോൾ തിന്നാൻ. അപ്പോൾ ഞങ്ങൾക്ക് ലെവലായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഹലോ ഗൈസ്, ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കൊണ്ട് ഒരു ബ്രെഡ് കൊണ്ട് ഒരു മാമൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ നീളത്തിലരിഞ്ഞ ബല്ല ബ്രെഡ് നീളത്തിലുള്ള ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്.
എന്താ പറയുക, ചട്ടിയിൽ കുറച്ച് എണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ നീളത്തിലുള്ള ബന്നൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് പതിക്കെ കത്തിക്കുകയാണ്. പതിക്കൊന്ന് പൊരിച്ചെടുക്കുക. ഒന്ന് വല്ലാതെ ഒന്ന് മൂക്കാതെ ഒന്നും പൊരിച്ചെടുക്കുക. കരി ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടാൻ വന്നതിന് ശേഷം നമ്മളതിലേക്ക് ബന്നിട്ട് കൊടുക്കുക. നീളത്തിലുള്ള ബന്ന്, എന്താ പേര് പറയാൻ എനിക്കറിയില്ല, ഞാൻ ബന്നാണ് പറയണത്. ഈ ബന്നൊന്നങ്ങനെ നമ്മളെ എണ്ണ ചൂടാക്കി വരുമ്പോൾ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഒന്ന് കൊടുക്കുക.